പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ വലിയ പ്രഖ്യാപനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത്. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ബീഹാറിൽ സ്ഥിരതാമസമാക്കിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. യുവാക്കൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ യൂത്ത് കമ്മീഷൻ രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേർന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, പറയാം വിവരങ്ങൾ. ഇത് വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അത് മുന്നിൽ കണ്ടാണ് ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ഇത് ഒരുപക്ഷെ രാജ്യത്ത് തന്നെ വലിയ പ്രഖ്യാപനമാണ്. 35% സംവരണം സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് 35% സംവരണം സർക്കാർ ജോലിയിൽ ഏർപ്പെടുത്തുന്ന ആദ്യമായിരിക്കും. അതൊരു പക്ഷേ ചരിത്രപരവും നിർണായകമായ തീരുമാനമാണ്. അത് ബീഹാർ സർക്കാർ തീരുമാനിക്കും. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ദിവസം ബീഹാറിൽ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാർ ജോലികളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനുമായിട്ട് യൂത്ത് കമ്മീഷൻ രൂപീകരിക്കാനും ബീഹാർ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ മാസമാണ് ബീഹാറിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 400 രൂപയിൽ നിന്നും 1100 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. അങ്ങനെ വലിയ രൂപത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏതാണ്ട് 2 കോടിയിലധികം ആളുകൾക്ക് ലഭിക്കുന്ന രൂപത്തിലാണ് പ്രഖ്യാപനം. 400 രൂപയിൽ നിന്നും 1100 കോടി രൂപയാകുക എന്നുള്ളത് ബീഹാറിനെ പോലെ സംസ്ഥാനത്ത് വലിയ നിർണായകമായ ചരിത്രപരമായ പ്രഖ്യാപനമാണ്. അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ കത്തിപ്പടരുകയാണല്ലോ. അപ്പോൾ അതിനെയൊക്കെ കുറെയെങ്കിലും തണുപ്പിക്കാൻ ഈ പ്രഖ്യാപനങ്ങൾ സഹായകമാകുമെന്ന് സർക്കാർ കരുതുന്നുണ്ടാകും. എന്താണെങ്കിലും വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുകയും ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ.